എന്താണ് ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി ആദ്യത്തെ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്ത സമയത്ത്, ആ വിമാനം വന്ന സമയത്ത് രാജ്യമെമ്പാടും പ്രതിഷേധമുണ്ടായപ്പോൾ രാജ്യസഭയിൽ ഒരു പ്രസ്താവന നടത്തിയല്ലോ. ആ പ്രസ്താവനയിൽ പറഞ്ഞു ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്നുള്ള നിലയ്ക്കാണ്. അതായത് അമേരിക്കയിൽ ഈ പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും അവരുടെ ഒരു രീതിയാണ് ഈ കാര്യങ്ങൾ എന്നും ആണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി ആ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ആ പ്രസംഗത്തിൽ വലിയ കാര്യമായ ശ്രദ്ധ ആരും കൊടുക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്, ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇങ്ങനെയാണ് ഞങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി അമേരിക്ക ഇന്ത്യയെ അറിയിച്ചിരുന്നു എന്നുള്ളത് രാജ്യസഭയിൽ ജയശങ്കർ നടത്തുന്ന പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാനത് ഉദ്ധരിക്കാം. അദ്ദേഹം പറയുന്നു, ഹൗവർ വി ഹാവ് ബീൻ ഇൻഫോംഡ് ബൈ ICE എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആരുടെ? അമേരിക്കയുടെ. വി ഹാവ് ബീൻ ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളോട് അറിയിച്ചിരുന്നു. എന്താണ് അറിയിച്ചിരുന്നത്? ദാറ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ ആർ നോട്ട് റെസ്ട്രെയിൻഡ്. അതായത് കുട്ടികളെയും സ്ത്രീകളെയും ഞങ്ങൾ റെസ്ട്രെയിൻ ചെയ്യില്ല, ഞങ്ങൾ ബന്ധിക്കില്ല. ഫർദർ, ദ നീഡ്സ് ഓഫ് ഡീപ്പോർട്ടീസ് ഇൻക്ലൂഡിംഗ് ഡ്യൂറിംഗ് ട്രാൻസിറ്റ് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് അതർ നെസസിറ്റീസ് ഇൻക്ലൂഡിംഗ് പോസിബിൾ മെഡിക്കൽ എമർജൻസീസ് ആർ അറ്റൻഡഡ് ടു. ഡ്യൂറിംഗ് ടോയ്ലറ്റ് ബ്രേക്സ് ഡീപ്പോർട്ടീസ് ആർ ടെമ്പററി അൺറെസ്ട്രെയിൻഡ് ഇഫ് നീഡഡ് ഇൻ ദാറ്റ് റിഗാർഡ്. ഇതാണ് പറഞ്ഞത്. അതായത് വളരെ കൃത്യമായി തന്നെ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ, ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ എന്താ പറയുക അവരെ അങ്ങനെ പിന്നെ റെസ്ട്രെയിൻ ചെയ്യില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്.